എൻ്റെ ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തുമ്പോൾ എന്നെ നിഷിദ്ധമാക്കുന്നതിൽ ഇസ്രായേൽ വിജയിച്ചിട്ടുണ്ടാവും. ഇതെൻ്റെ അവസാന വാക്കുകളാണ്. ദൈവം നിങ്ങൾക്ക് സമാധാനവും രക്ഷയും ചൊരിയട്ടെ. ഒരു ചെറിയ നടുക്കത്തോടെയല്ലാതെ ഇത് വായിച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ല. അനസ് അൽ ഷരീഫ് തൻ്റെ അവസാനത്തെ കുറിപ്പ് എഴുതി അവസാനിപ്പിച്ചപ്പോൾ അയാളുടെ കണ്ണ് കലങ്ങിയിട്ടുണ്ടാവും. വിരലുകൾ വിറച്ചിരുന്നിരിക്കും. വെറും 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പത്രപ്രവർത്തകൻ അനുഭവിച്ച തൻ്റെ ജീവിതത്തിലെ ഏറ്റവും തിക്തമായ അനുഭവങ്ങൾ വെറും ഓർമ്മകൾ മാത്രമായി അവശേഷിക്കുന്നത് അയാൾ ഇഷ്ടപ്പെട്ടിരുന്നിരിക്കില്ല. ഞാൻ വേദനകൾ അതിൻ്റെ തീവ്രതയിൽ അനുഭവിച്ചു. നഷ്ടവും വേർപാടും നേരിൽ കണ്ടു. വ്യാജങ്ങളും നുണയും കലരാതെ സത്യം അതുപോലെ ലോകത്തെ അറിയിക്കാൻ ഒരിക്കലും മടിച്ചില്ല. വംശഹത്യയ്ക്ക് മൗനം കൊണ്ട് കൂട്ടുനിൽക്കുന്നവർക്കും മനസ്സുകൊണ്ട് അതിനെ അംഗീകരിച്ചവർക്കും കുട്ടികളുടെയും സ്ത്രീകളുടെയും ചിതറിയ അവയവങ്ങൾ കണ്ട് ഹൃദയമൊന്ന് വേദനിക്കാത്തവർക്കുമെതിരെ അള്ളാഹു സാക്ഷിയാണ്, അയാൾ കുറിച്ചു. അൽ ജസീറ അറബ് റിപ്പോർട്ടറായിരുന്ന അനസ് അൽ ഷരീഫ് വടക്കൻ ഗസയിലെ സംഘർഷ പ്രദേശങ്ങളിൽ നിന്ന് നേരിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു ലോകശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഗസയിലെ വാർത്തകൾ പുറം ലോകത്തെത്തിക്കുന്നത് അനസിന് വെറുമൊരു ജോലി മാത്രമായിരുന്നില്ല. ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ ഇടവഴികളിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ അനസ് തന്റെ ജനതയുടെ ശബ്ദമാകാൻ പ്രതിജ്ഞ എടുത്തിരുന്നു. തന്റെ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടുമൊപ്പം തങ്ങളുടെ യഥാർത്ഥ ജന്മനാടായ അധിനിവിഷ്ട അഷ്കലോണിലേക്ക് മടങ്ങുന്നത് സ്വപ്നം കണ്ടിരുന്നു. പലസ്തീൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രിയമകൾ ഷാമിനെയും മകൻ സലാഹിനെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. തൻ്റെ സ്വപ്നങ്ങളെ മുഴുവൻ നമ്മളെ ഏൽപ്പിച്ച് അനസ് കുറിപ്പ് അവസാനിപ്പിച്ചു. ഗസയിലെ ഇസ്രായേൽ വംശഹത്യയുടെ ഭീകരത ലോകത്തെ കേൾപ്പിക്കാൻ സ്വന്തം ജീവൻ പണയം നൽകി കഴിയുന്ന മാധ്യമപ്രവർത്തകർക്ക് തൻ്റെ ജീവിതം കൊണ്ട് ഊർജം പകർന്ന് തൻ്റെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി അനസ് തൻ്റെ സഹപ്രവർത്തകരോടൊപ്പം അള്ളാഹുവിലേക്ക് യാത്രയായി. ഷഹീദാവുന്നതിന് തൊട്ടു മുമ്പ് വരെ അനസ് ഇസ്രായേൽ നടത്തുന്ന ബോംബിങ്ങിന്റെ തീവ്രതയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഒട്ടിയ വയറും വറ്റിയ കണ്ണുകളുമായി ഭക്ഷ്യവിതരണശാലകൾക്ക് മുന്നിൽ വരി നിൽക്കുന്ന നിസ്സഹായരായ ഗസയിലെ മനുഷ്യർക്ക് നേരെ ഇസ്രായേൽ തീമഴ വർഷിക്കുന്ന രംഗങ്ങൾ ലോകത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.